സ്തോത്രം. ഒന്ന് പരീക്ഷിച്ചതാണ്. ദോഷങ്ങളാലൊന്നും പരീക്ഷിക്കത്തില്ല, പക്ഷെ നിന്നെ പരീക്ഷിക്കും. വാക്യം വായിച്ചേ. 81 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമായതിൽ 7-ാം വാക്യം വായിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. മെരീബ വെള്ളത്തിങ്കൽ. അപ്പൊ പരീക്ഷിക്കുകയായിരുന്നു. മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. എലീമിൽ പരീക്ഷിച്ചില്ല, എലീമിൽ സമൃദ്ധി കൊടുത്തു. പക്ഷെ രബീദിന്റെ ആ സ്ഥലത്തിന് ആ മെരീബയിൽ നിന്ന് പിന്നെ കലകജലം അങ്ങനെ എഴുതിയേക്കുന്നത്. അതിന്റെ 6-7 വാക്യം വായിച്ചേ. പുറപ്പാട് 17-ന്റെ 6-7. പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശെ അങ്ങനെ ചെയ്യും. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എന്ന് അവൻ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് പരീക്ഷ എന്നും മെരീബ കലഹം എന്നും കലഹം. അപ്പൊ ഈ സങ്കീർത്തനം 81-ന്റെ 7-ന്റെ ലാസ്റ്റിൽ മെരീബ വെള്ളത്തിന് ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. നീ ആളെങ്ങനെ ഉണ്ടെന്ന്. നീ ഞായറാഴ്ച വെള്ളം ഇട്ട് മീശയെല്ലാം അടിച്ച് കമ്മലും മാലയെല്ലാം ഊരി തിത്തി താരാ തിത്തി ഇതക നിന്നെ ഒന്ന് പരീക്ഷിക്കണ്ടേ. നീ ക്ലിയറാണോ എന്ന് അറിയണ്ടേ. വെറുതെ വന്നിരിക്കുകയാണോ, അതോ പോക്കടോ ഒന്നും ഇല്ലാഞ്ഞിട്ട് വന്നിരിക്കുകയാണോ, അതോ ഒരു പണിയില്ല എന്നാ അവിടെ കുറെ നേരം പോയി ഇരിക്കാം. ഇതെന്താ എന്നൊന്നും അറിയണ്ടേ. അതോ എന്തെങ്കിലും ഉന്നം വെച്ചാണോ നീ ഇതിനകത്ത് വന്നത്? തയ്യൽ മെഷീൻ കിട്ടുമോ, അതിന് വീട് കിട്ടുമോ, ബാത്റൂം എല്ലാം പണിത് തരുമോ, അതോ സൈക്കിള് കിട്ടുമോ? അതിന് തന്നെ മേടിച്ചോണ്ട് എനിക്കെതിരൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. അതോ യോഗം കഴിയുമ്പോൾ 2 പൂവൻ കോടിയെ കിട്ടുമോ? പെട്രോൾ അടിക്കാൻ ആരും കാശ് തരുമോ? സ്തോത്രം. പലര് വരുന്നതല്ലേ. ഇനി ആർക്കാലും ഒരു മഹാമനസ്കത തോന്നി നീ വരുന്ന എന്തിനാണ്? അതോ ദൈവത്തെ ആരാധിക്കാനാണോ, അതോ കൂട്ടായ്മയിൽ ബലപ്പെടാനാണോ, അതോ വചനം കേട്ട് ബലപ്പെടാനാണോ, അതോ ദൈവിക വിടുതൽ പ്രാപിക്കാനാണോ? ഇതൊന്ന് പരീക്ഷിക്കണം. സ്തോത്രം 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 സ്തോത്രം. ഉദ്ദേശമാ ദൈവം നോക്കുന്നത്. ഈ ഞായറാഴ്ച വണ്ടിയിലാന്നേലും ബസ്സേലാന്നേലും നടന്നാന്നേലും സ്വന്തം വാഹനത്തിലും വരുന്നത് എന്തിനാന്ന ദൈവ ഉദ്ദേശമാ. അയ്യോ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, നാട്ടുകാർ ചോദിക്കുന്ന അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒക്കത്തില്ല. അന്നാത്തറ്റ ഒന്നും താമസിച്ചാന്നേലും. കാരണം അപ്പുറത്തുകാർ ചോദിക്കും, നിങ്ങൾ നേരത്തെ പെന്തിക്കോസിൽ കുട്ടിയും പാടി നടത്തിട്ട് ഞായറാഴ്ച നിങ്ങൾ പോകുന്നില്ലേ? എന്നിട്ട് അവരോട് എന്തെങ്കിലും പറയണ്ടേ? അന്ന് ഒരിക്കലും തങ്ങണ്ടേ, നമുക്ക് താമസിച്ചാന്നേലും 8-ന്റെ വണ്ടിക്ക്. സ്തോത്രം. കൊച്ചുങ്ങളും പിന്നെ ഒരുങ്ങട കുളിച്ചില്ല, വൈകിട്ടെങ്ങാനും കുളിക്കാം. പല്ല് തേച്ചില്ല, അത് കൈ കൊണ്ടൊന്ന് അരച്ചാൽ മതി പെട്ടെന്ന്. അപ്പുറത്തുകാർ ചോദിക്കും, കോവിഡ് എല്ലായിടത്തും ആരാധന, നിങ്ങൾ എന്നാ പോകാത്തെ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അനിയത്തിയുടെ വീട്ടിൽ പോയത്, ഈ ആഴ്ച എന്നും അനിയത്തിയുടെ വീട്ടിൽ. അതിന് മുമ്പിലത്തെ ആഴ്ച പറഞ്ഞ് വയറ്റുവേദനയാണ്. അങ്ങനെയൊക്കെ നമ്മൾ തടുത്തപ്പോയി. എല്ലാ ആഴ്ചയിലും അങ്ങനെ വയറ്റുവേദനയാണ്. സ്തോത്രം. അറിയണ്ടേ ഉദ്ദേശം. അപ്പൊ മെരീബ വെള്ളത്തിങ്കിൽ ദൈവം എങ്ങനെയൊന്ന് പരീക്ഷിച്ചതാ. ഇവരാളെങ്ങനെ ഉണ്ടെന്ന് അതാ അങ്ങനെ ഉണ്ടാകും. അബ്രഹാമിനെ ദൈവം ഒന്ന് പരീക്ഷിച്ചു. അബ്രഹാം 100 മേടിച്ച് ജയിച്ചു. നമ്മുടെ പരീക്ഷയുടെ മാർക്കൊന്നും പൊതുവിൽ പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം ഉള്ള മാന്യതയും കൂടെ
ചില മാർക്ക് കിട്ടി. അത് എങ്ങനെയാന്നുള്ളത് അവർക്കും ദൈവത്തിനും ആ കടലാസ് പിടിച്ചു മേടിച്ച സാറിനും ഇപ്പൊ അത്ര പറയുന്നു. സാറൊരു താക്കീതും കൂടെ കൊടുത്ത് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി ആവർത്തിച്ചാൽ സ്തോത്രം. ദൈവം ഇതിനെ പരീക്ഷിച്ചു. ദൈവം ചില സന്ദർഭങ്ങളിൽ പരീക്ഷിക്കും. ആ പരീക്ഷയ്ക്ക് തോക്കരുത്, വിജയം പ്രാപിക്കും. സ്തോത്രം. അപ്പോൾ ഈ രബീലീമിൽ വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, കലകിച്ച് വരും, വഴക്കുണ്ടാകും, ഭയങ്കര പ്രശ്നം. ഈ വഴക്കം കൊണ്ട് രൂക്ഷമായിട്ട് ഇവര് ദൈവത്തിന്റെ ദാസനാകുന്ന മോശയെ, എന്റെ ഭാഷയെ പറഞ്ഞാൽ എറിഞ്ഞു പെടത്താൻ വേണ്ടി കരിങ്കല്ല് കയ്യിലെടുത്തു. കരിങ്കല്ല്. ഇസ്രായേൽ മക്കൾ കല്ലെടുത്തു എന്നവിടെ എഴുതിയിട്ടില്ല. എന്നാൽ മോശയുടെ സാക്ഷ്യത്തിൽ കിടപ്പുണ്ട് ഇവര് കല്ലെടുത്തെന്ന്. 17:4. ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? വഴക്ക് രൂക്ഷമായപ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഭാഗമാ ഇത്. വായിച്ചേ. എന്റെ ദൈവമേ, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇവരെന്നെ കല്ലെറിയാൻ പോകുന്നെന്ന്. മതി. ഇവരെന്നെ പോകുന്നുവല്ലോ. ഇസ്രായേൽ മക്കൾ കല്ലെടുത്തു എന്നവിടെ എഴുതിയിട്ടില്ല. പക്ഷെ മോശയുടെ സാക്ഷ്യത്തിലുണ്ട് ഇവര്. കാരണം മോശ ഇവരെ എല്ലാം നോക്കിയപ്പോ സകല എണ്ണത്തിന്റെയും കയ്യിൽ ഓരോ കല്ലിരിപ്പുണ്ട്. എല്ലാവരുടെ കയ്യിൽ ഓരോ കരിങ്കല്ലിരിക്കുക. കരിങ്കല്ലുമായിട്ടായി ആത്മാവിൽ നമ്മുടെ ശക്തിയൂടെ ഒരിക്കൽ കൂടെ പോരാ. സകല എണ്ണത്തിന്റെ കയ്യിൽ സ്തോത്രം. എല്ലാവരുടെയും കൈ കരിങ്കല്ല്. മോശ ഇത് കണ്ടു വെച്ച് മോശ പറയാ, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് എന്ത് ഇവരെന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കറിയാം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇവര് കരിങ്കല്ലെടുത്തെന്ന. എന്നാൽ പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇവരെന്തെടുത്തെന്ന? കയ്യിൽ തപ്പെടുത്തു. അപ്പൊ 15-ന്റെ 20-ൽ തപ്പെടുത്തു. ഈ കക്ഷികൾ തന്നെ 17-ന് 4 വന്നപ്പോ അപ്പൊ ഇവരെ എല്ലാത്തിനും 15-ൽ തപ്പെടുത്തു, 17-ൽ. അപ്പൊ സഭാവോട് വരുമ്പോ തപ്പെടുക്കും, വീട്ടിൽ ചെല്ലുമ്പോ സ്തോത്രം. 15-ൽ തപ്പെടുത്ത് നൃത്തം ചെയ്തവരാ. ചേർന്ന് പാടട്ടെ ശക്തിയോടെ. സോദരീ സമാജം ചച്ചക്കോട്ടുകാരെ പറഞ്ഞ എല്ലയുടെ മീതി എല്ലാം വിളഞ്ഞ എല്ലമ്മ അല്ല, എല്ലേ ചച്ചക്കോടിന്റെ എല്ലമ്മക്ക് അത് ന്യൂണ്ടിയ, അത് നവഭാരത ബന്ധുക്കോസിലെയാണ്. കാരണം ന്യൂ ഇന്ത്യ, നവഭാരത ബന്ധുക്കോസ് ഓരോ സഭയിലും അങ്ങനെ. ചച്ചക്കോടിന്റെ എല്ലേ സ്തോത്രം. സോദരീ സമാജം എന്നാ പറയുന്നത്. ന്യൂണ്ടിയല് എല്ലമ്മ. അസംബ്ലി സോഡിലും അങ്ങനെയൊക്കെ തന്നെ. എല്ലാം സ്തോത്രം. എന്നാന്ന് എനിക്ക് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് കണ്ടു പറഞ്ഞാൽ പറ്റില്ല. അവര് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളും ചെയ്യാം. അത് പിള്ളേരുടേതല്ലേ അല്ല, ലേഡീസ് മീറ്റിംഗ് എല്ലാം ആയിരിക്കും. സ്തോത്രം.
പുറപ്പാട് 15:20 തപ്പെടുത്ത മിറിയാമും പറ സ്ത്രീകളെല്ലാം അമ്മാമയാ അതിന്റെ പ്രസിഡന്റ്. അപ്പൊ പുറപ്പാട് 15 തപ്പെടുത്ത സോദരീ സമാജക്കാരെല്ലാം 17 ആര് വന്നപ്പോ കരിങ്കല്ലും എടുത്തുകൊണ്ട് നിൽക്കുക. അവിടെ വരെ എല്ലാത്തിനും ഒരു ഉറവയിൽ എങ്ങനെയാ കയ്പും മധുരവും വരുന്നത്? ഒരു ഉറവയിൽ എങ്ങനെ കൂട്ടുവിശ്വാസിയെ അനുഗ്രഹിച്ച ആ വായിൽ നിന്ന് എങ്ങനെ അവനെ ശപിക്കാൻ വരുന്നത്? സ്തോത്രം. അത്തിമരത്തിൽ എങ്ങനെയാ മുന്തിരിങ്ങ കായ്ക്കുന്നേ? മുന്തിരിയിൽ എങ്ങനെയാ ഞെരിഞ്ഞില് വരുന്നേ? സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയിൽ ഇതിനെല്ലാം പരിഹാരം. 15:20 തപ്പെടുത്തവർ 17 ആല് വന്നപ്പോ അപ്പൊ ഇവരെ എല്ലാത്തിനും കൊള്ളാം, എല്ലാത്തിനും. പിന്നെ കൂട്ടായ്മയ്ക്കും കൊള്ളാം, കുഞ്ഞായ്മയ്ക്കും കൊള്ളാം, ആത്മാവിലാകാനും കൊള്ളാം, അപവാദം പറയാനും കൊള്ളാം. ആത്മാവ് നന്നായിട്ട് ആത്മാവിലാകും. അത് കഴിഞ്ഞാൽ മാറിയിരുന്ന് നിങ്ങൾ പറയാതെ ഇന്ന് നിങ്ങളെ വിടുകയല്ലേ ഞാൻ. 3 അടുത്ത സൂപ്പാസ് പറഞ്ഞ് 2 നിർത്തണമെന്ന നിക്കട്ടെ. കൂട്ടായ്മയ്ക്ക് വരുന്നവര് കൂട്ടായ്മ കഴിഞ്ഞ് കുഞ്ഞായ്മ കൂടരുത്. ആരാധിക്കുന്ന നീ നിന്റെ കൂട്ടുവിശ്വാസിയെ പറ്റി, നിന്റെ കൂട്ടു സഹോദരനെ പറ്റി അവൻ നിനക്ക് അറിവണം. അപവാദം പറയരുത്. സ്തോത്രം. സ്തോത്രം. സ്തോത്രം പറഞ്ഞ നാവ് കൊണ്ട് സൂത്രം ഒപ്പിച്ചേച്ച് നമുക്ക് സ്തോത്രം 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 സ്തോത്രം. നല്ല കാര്യമാണ്. ഇനി നാളെ ഇത് പറയാതെ ഇരിക്കരുത്. എന്നാ താൻ തന്നെ അങ്ങോട്ട് സ്തോത്രം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞല്ലേ എനിക്ക് ഇത്ര ഇതെണ്ണം. സ്തോത്രം പറഞ്ഞ നിന്റെ നാവ് കൊണ്ട് സൂത്രം ഒപ്പിക്കരുതെന്ന്. നീ വീട്ടിൽ ഇരുന്ന് സൂത്രം ഒപ്പിക്കരുത്, സഭ വന്ന് സൂത്രം ഒപ്പിക്കരുത്. ഇപ്പൊ നമ്മൾ താടിയാ കടിക്കാൻ ചെല്ലുന്നത്, അവിടെ ഇരുന്ന് സൂത്രം ഒപ്പിക്കരുത്, മേളയിൽ ഇരുന്ന് സൂത്രം ഒപ്പിക്കരുത്, യോഗം തുടങ്ങുന്നതിന് മുന്നേ സൂത്രം ഒപ്പിക്കരുത്, യോഗം കഴിഞ്ഞ് സൂത്രം ഒപ്പിക്കരുത്, കാറിനകത്ത് ഇരുന്നോണ്ട് സൂത്രം ഒപ്പിക്കരുത്. നമ്മുടെ വണ്ടിയുടെ വലിയ വണ്ടിയുടെ പേര് എന്നാ, ആ ട്രാവലറായിരുന്നു സൂത്രം ഒപ്പിക്കരുത്. സണ്ണിക്ക് സൂത്രം ഒപ്പിക്കരുത്, ജിനുവിന് സൂത്രം ഒപ്പിക്കരുത്, ജിനു സണ്ണിക്ക് സൂത്രം ഒപ്പിക്കരുത്, സണ്ണി ജിനുവിന് സൂത്രം ഒപ്പിക്കരുത്, സണ്ണി ജിനുവും കൂടെ കൂടി എനിക്ക് സൂത്രം ഒപ്പിക്കരുത്. നമുക്ക് ഇന്നങ്ങ് നിർത്താം. എന്നാ ചായ? അതാ നല്ലത്. എന്തിനാ വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? പണ്ട് പഴമക്കാർ പറഞ്ഞു അടിയന്തരത്തിൽ വെച്ച് മുടിയാന്തരമായി പോകേണ്ട കാര്യം. സ്തോത്രം. എന്റെ പ്രിയരെ, നമ്മുടെ ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനേ ഉതകാവും. ഈ വേദപുസ്തകം എടുത്ത കൈ കൊണ്ട് വേറെ പുസ്തകം എടുക്കാൻ പോകരുത്. കർത്താവിനെ മഹത്വപ്പെടുത്തി ഈ നാവ് കൊണ്ട് വേറെ ആരെയും മഹത്വപ്പെടുത്താൻ, പാസ്റ്റർമാരെ ആരെയും മഹത്വപ്പെടുത്തരുത്. ഞാൻ ഒന്നുകൂടെ ഓപ്പണായിട്ട് പറയാം. നിങ്ങൾ കേറുമ്പോ എനിക്ക് സ്തുതിയൊന്നും പാടരുത്. കർത്താവിന്റെ വലിയൊരു ദാസൻ, ശ്രേഷ്ഠദാസൻ, ഭയങ്കര ദാസൻ, മിണ്ടി പോകരുത്. ഇനി ഒറ്റ വാക്കി പറഞ്ഞോണം, ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കും. വെളിയിൽ നാലിലും വരുമ്പോ നമുക്കത് ഒക്കത്തില്ല. ഇവിടെയുള്ള ദൈവദാസന്മാരുടെ എല്ലാം കൂടെ കർത്താവിന്റെ വലിയൊരു ദാസൻ, അത്ര വലിയ വിലയൊന്നുമില്ല. ദൈവത്തിന് പ്രിയമാണ്. കൂടെ കളത്തുവൊന്നും ആരും കളത്തണ്ട. മതത്വമെല്ലാം ദൈവത്തിന് കൂടെ. ശ്രേഷ്ഠദാസൻ ഉള്ളത് കൊണ്ടാ ഞാൻ. പിന്നെ
ദൈവം തമ്പുരാനുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ എന്നെ കിളത്തിയ എന്നെ അടിക്കും ഭൂതൻ. അപ്പൊ നിങ്ങൾ എന്നെ ക്രമിക്ക് കൊടുക്കാനിരിക്കുക. സ്തോത്രം. മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം. അവിടുന്ന് കൃപയുള്ളത് കൊണ്ടാ, അവിടുന്ന് കരുണ ചെയ്യുന്നത് കൊണ്ടാ, അവിടുന്ന് ദൈവം നമ്മെ നടത്തിയത്. അവിടെ ആരുടെ ഒരു പിടിക്കണ്ട, ആരുടെ ഒരു ഗുണവിശേഷവുമല്ല. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ ദയയാ. അതെ, നാളെ അവിടെ അല്ലേ യോഗം? ആ ബാക്കി അവിടെ. ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിക്ക്.